Hello Kiran. Welcome Hello, back. sir. Welcome back. Welcome Thank back you. to Ottapalam. Thank you. Okay. Actually, ഹായ്. ഇന്ന് എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്, കിരൺ മോഹൻ. അദ്ദേഹം എൻ്റെ ഒരു ഫോമർ സ്റ്റുഡൻ്റാണ്, അതിനേക്കാൾ ഉപരി ദീർഘകാല സുഹൃത്താണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഇൻ്റർനാഷണൽ ലോയറാണ്. അപ്പോൾ ഒറ്റപ്പാലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഒരു കാഷ്വൽ വിസിറ്റിന് വേണ്ടി വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ വന്ന സമയം എന്തായാലും ഞാൻ മുതലാക്കാൻ തീരുമാനിച്ചു. വേറൊന്നുമല്ല, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ലോ ആസ്പിരൻസ് ആയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കിരണിൻ്റെ കുറച്ച് സമയം ഞാൻ എടുക്കുകയാണ്. പ്രത്യേകിച്ച് കിരൺ നേരത്തെ പഠിച്ചിരുന്ന ഒരു സ്ഥാപനത്തിൽ എന്ന നിലയിൽ ഒരുപാട് കുട്ടികൾക്ക് പേഴ്സണലായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ പലർക്കും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടിയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ 2025 ക്ലാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നല്ലോ. പ്രത്യേകിച്ച് October 31 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നിലവിലിപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ കിരണിൻ്റെ മറ്റൊരു കാര്യം കൂടിയുള്ളത്, കിരൺ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂരിൻ്റെ വിസിറ്റിംഗ് ഫാക്കൽറ്റി കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ ഈ വർഷത്തെ ക്ലാറ്റ് എഴുതാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി വളരെ വിലപ്പെട്ട ചില അഡ്വൈസസ്, എസ്പെഷ്യലി അതിൻ്റെ പരീക്ഷ സംബന്ധിച്ചല്ല, മറിച്ചൊരു പൊതുവിൽ നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് കുറേ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളെന്ന നിലയിലും പിന്നെ നമ്മുടെ നാഷണൽ ലോ സ്കൂളിൻ്റെ ഫാക്കൽറ്റി എന്ന നിലയിലും ഒക്കെ ഉള്ള നിലയിൽ എന്താണ് നമ്മുടെ ഇപ്പോൾ ഉള്ള കുട്ടികൾ, പ്രത്യേകിച്ച് ഈ ഒരു അവരുടെ ഈ ഒരു സ്റ്റേജിൽ അവരെങ്ങനെയാണ് ഒരു ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത്? ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഒന്ന് ലോ പഠിക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ്, അതൊരു ബ്രോഡർ ക്വസ്റ്റ്യനാണ്. നമുക്ക് അതിൽ വരുന്ന മുമ്പേ ഈ എക്സാമിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു കോമ്പണൻറ്റ് കൂടിയുണ്ട്. പലർക്കും ക്ലാറ്റിൻ്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ 5 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള കോമ്പണൻസ് കാണാൻ പറ്റും. അതിലൊരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പണൻ്റാണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. ബാക്കിയുള്ള കോമ്പണൻസ് എല്ലാം ബാക്കിയുള്ള പല പരീക്ഷകളിലെയും ഉള്ള കോമ്പണൻസ് ആണ്. ന്യൂമറിക്കൽ എബിലിറ്റി, കോംപ്രിഹെൻഷൻ, GK എല്ലാം ഇതൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഉള്ളൊരു കാര്യം. ക്ലാറ്റിൽ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഫോർ ഓബ്വിയസ് റീസൺസ് ലോ സ്കൂളിലോട്ട് പഠിക്കാൻ പോകുമ്പോൾ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ചെക്ക് ചെയ്യുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. പലർക്കും ഡൗട്ടാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ഈ സംഭവത്തിന്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് കോമൺ സെൻസ് ആൻഡ് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എബിലിറ്റി. ശരി. അപ്പോൾ 2 കോമ്പണൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ലോജിക്കൽ റീസണിങ് ഒരു കോമ്പണൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ വേറൊരു കോമ്പണൻ്റ് ആയിട്ട് എക്സാമിൽ ഓൾറെഡി ഉണ്ട്. ഇത് രണ്ടിനും പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു തരത്തിൽ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിനുള്ള പ്രിപ്പറേഷനും കൂടെ, അറ്റ്ലീസ്റ്റ് ഫൗണ്ടേഷണൽ പ്രിപ്പറേഷൻ അതിൻ്റെ ഒപ്പം തന്നെ നടക്കുന്നു. ഇവർ ആക്ച്വലി ക്ലാറ്റിൽ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾ, ഒരു റൂൾ എന്ന് നമുക്ക് കുറച്ച് ലളിതമായിട്ട് പറയാം, തരും. അതൊരു ഫാക്ട് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്ത് അതിനൊരു സൊല്യൂഷൻ, ആസ് ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം, 4 ചോയ്സിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ ആ ലീഗൽ പ്രോബ്ലത്തിന് കണ്ടെത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതും ലീഗൽ നോളജുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇതിന് നമുക്ക് ലീഗൽ നോളജ് വേണ്ട, അതായത് ലോ ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള നോളജ് വേണ്ട. ഫാക്ട് സിറ്റുവേഷൻ വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റി, 2 ഒരു ലീഗൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു റൂൾ തന്നു കഴിഞ്ഞാൽ അതിനെ ഒബ്ജക്റ്റീവായിട്ട് കാണാനുള്ള ഒരു അഭിരുചി. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ഒരു ലീഗൽ പ്രിൻസിപ്പിളാണ്, ഓൺലി ഇഫ് യു സൈൻ ആൻ എഗ്രിമെൻറ്റ് വിത്ത് എ ബ്ലാക്ക് പെൻ will that agreement be valid? എന്നിട്ടൊരു ഫാക്ട് സിറ്റുവേഷൻ തരികയാണ്. എന്തും ആയിക്കോട്ടെ ഫാക്ട് സിറ്റുവേഷൻ. നമ്മൾ കോമൺ സെൻസിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബ്ലാക്ക് പെന്ന് കൊണ്ട് സൈൻ ചെയ്ത് മാത്രമാണോ വാലിഡ്? അത് ശരിയല്ലല്ലോ എന്ന് പറയുന്നത് ന്യായമല്ലല്ലോ. മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സെൻസ് ഓഫ് വാട്ട് ഈസ് റൈറ്റ്, അതൊക്കെ അതിൽ കടന്നു വരാം. അപ്പം നമ്മൾ ഓപ്ഷനിൽ നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ 3-4 ഓപ്ഷനിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസും വരും. അപ്പോൾ ഈ പ്രിൻസിപ്പളിനെ നമുക്ക് ഒബ്ജക്റ്റീവായി കാണാൻ പറ്റുമോ
എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ഓ ശരി. അപ്പോൾ ഇത് ശരിയോ ഈ പ്രിൻസിപ്പൾ ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ഈ പ്രിൻസിപ്പൾ അതിൻ്റെ ഒബ്ജക്റ്റിവിറ്റിയോടെ കണ്ട് അതാണ് വാലിഡ് ട്രൂത്ത്, അറ്റ്ലീസ്റ്റ് ആ ഗിവൺ കോണ്ടെക്സ്റ്റിൽ അതാണ് വാലിഡ് ആയിട്ടുള്ളത് എന്ന് കണ്ട് അത് അപ്ലൈ ചെയ്യുന്ന ആ ഒരു, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, ചിലപ്പോൾ ജനറിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്, ബട്ട് എക്സലന്റ് എക്സാമ്പിൾ. കാരണം എന്താ വെച്ചാൽ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഇല്ലാതെ അത് എക്സാക്ട്ലി വാല്യൂ ജഡ്ജ്മെന്റ് ഇല്ലാതെ ഒബ്ജക്റ്റീവായിട്ട് ഒരു ലീഗൽ പ്രിൻസിപ്പിളിന് ഗിവൺ ഫാക്ട് സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ലീഗൽ അപ്പീലുമായിട്ടുള്ള അവർ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്. ഇതിൽ മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ റീഡിങ് കോംപ്രഹെൻഷൻ. അപ്പോൾ പ്രാക്ടിക്കലായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു രീതികളനുസരിച്ച് അവരിപ്പോൾ ഈ +1 +2 പഠിക്കുക എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ്, വളരെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻസൊക്കെയാണ് അവർ ആൻസർ ചെയ്തിട്ട് നല്ല മാർക്സിലേക്ക് വരുന്നത്. ബട്ട് നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് റീഡിങ്ങിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന അതാണോ ശരിക്കും റീഡിങ് കോംപ്രഹെൻഷൻ? മോർ ദാൻ ദാറ്റ് അവരെന്താണ് അതിൽ ചെയ്യേണ്ടത്? നല്ല ക്വസ്റ്റ്യൻ. ഒന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ വായിച്ച് മനസ്സിലാക്കാനുള്ള എബിലിറ്റി വേണം. അതിന് ഫൗണ്ടേഷണലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ബ്രോഡ്ലി സ്പീക്കിംഗ് കൂടുതൽ വായിക്കുക. പക്ഷേ അത് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എവിടെ ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ സംബഡി ഹു ഹാസ് നോട്ട് റെഡ് എ ലോട്ട് ഓഫ് ബുക്സ് ഇതുവരെ, ഇപ്പോൾ 10ാം ക്ലാസ് 11ാം ക്ലാസ് വരെ അധികം വായനയൊന്നും നടന്നില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഒരു ചെറിയ കാലയളവിൽ നമ്മുടെ കോംപ്രിഹെൻഷൻ എബിലിറ്റി കൂട്ടാം എന്നുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന, ഞാനും പ്രാക്ടീസ് ചെയ്ത ഒരു 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 സംഭവമാണ് ന്യൂസ് പേപ്പർ റീഡിങ്. ന്യൂസ് പേപ്പറിൽ എസ്പെഷ്യലി എഡിറ്റോറിയൽ. ഞാൻ ഒരു സമയത്ത് ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസ്സും സ്ഥിരമായി വായിക്കുകയും അതിൻ്റെ എഡിറ്റോറിയൽ സമ്മറൈസ് ചെയ്യുകയും അത് വെച്ച് നോട്ട്സ് ഉണ്ടാക്കുകയും ചെയ്തെന്നൊരു പ്രൊസസ്സിലൂടെ കടന്നു പോയിട്ടാണ് എൻ്റെ കോംപ്രിഹെൻഷൻ എബിലിറ്റി ബെറ്റർ ആയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ അതൊരു ഒബ്വിയസ് വേ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ക്ലാറ്റിൽ കോംപ്രിഹെൻഷൻ ഒരു ടെസ്റ്റ് കോമ്പോണൻ്റ് ആണ്. അതിൻ്റെ കുറേ മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഒരു ദിവസം ഒരു 10 എന്നുള്ളൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മാസം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബ്രെയിൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബ്രെയിൻ അതിന് ട്യൂൺ ഉണ്ടാവും. പ്രാക്ടിക്കലി ഇപ്പോൾ ചെയ്യാവുന്ന ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ക്ലാറ്റിൻ്റെ എക്സ്ക്ലൂസീവായ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസുമായിട്ട് എക്സ്പോസ്ഡ് ആവുക. അതല്ലാതെ തന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ മോഡൽ ടെസ്റ്റുകൾ ഒക്കെ ഇൻ്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്, അറ്റൻഡ് ചെയ്യുക. ഇത് ഒരു എന്താ പറയുക, കാറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ അല്ല, എന്നാൽ വേറെ ചില അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ഉള്ള ചോദ്യങ്ങളെക്കാട്ടും കട്ടി കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കാറ്റ് എന്ന് പറയുന്നത് ഒരു മാസ്റ്റേഴ്സ് ലെവൽ കോഴ്സാണല്ലോ, കുറച്ചുകൂടി പ്രായം കൂടിയവർ എഴുതുന്ന. അപ്പോൾ അതിൻ്റെ അത്രയും പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കില്ല റീഡിങ് കോംപ്രിഹെൻഷനിൽ ക്ലാറ്റിൽ വരുന്നത്, എന്നാൽ വളരെ ലളിതമായിരിക്കില്ല, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ. അപ്പോൾ ക്ലാറ്റിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കുകളും പരിപാടികളൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്, ഇൻ്റർനെറ്റിൽ കിട്ടും. നമുക്ക് ഗൈഡ് ബുക്കുകൾ വാങ്ങാം, മോഡൽ ടെസ്റ്റുകൾ വാങ്ങാം. അപ്പോൾ അത് മാക്സിമം സോൾവ് ചെയ്യുക, കോംപ്രിഹെൻഷൻ എബിലിറ്റി അങ്ങനെ കൂട്ടാം. പക്ഷെ അതൊരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. നമ്മൾ കുറച്ചുകൂടി ഹോളിസ്റ്റിക് ആയിട്ട്, അതിപ്പോൾ ഈ വർഷം ക്ലാറ്റ് എഴുതുന്നല്ല, അടുത്ത വർഷമാണ് ക്ലാറ്റ് എഴുതുന്നത്, 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ആണെങ്കിൽ അവൾക്കും സമയമുണ്ട്. ഒരു ക്വാളിറ്റേറ്റീവ് ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ന്യൂസ് പേപ്പർ റെഗുലറായ റീഡർ ആവുക, ഒരു മീഡിയം ലോങ് ടേമിലുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് ഈ പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്യാം. പത്രം വായിക്കാം, കൂടുതൽ ബുക്കുകൾ വായിക്കാം. പക്ഷേ ഇനി പോകുന്ന എക്സാമിന് 2-3 മാസം ഉണ്ടെങ്കിൽ ഇപ്പം ക്ലാറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഒരു കാര്യം. ഇപ്പം ഞാൻ കുറേ വർഷമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കരിയർ ഗൈഡൻസിൻ്റെ ആ ഒരു ഫീൽഡിൽ ഫോക്കസ്ഡ് ആണ്. പലപ്പോഴും നമുക്ക് ഈ ലോ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ പോലും ഈ ക്ലാറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ക്ലാറ്റില്ലാതെ തന്നെ കേരളത്തിൽ നമുക്ക് ലോ സ്കൂളുണ്ട്, ക്യുസാറ്റിൻ്റെ ലോ സ്കൂളുണ്ട്. ഇതൊക്കെ മികച്ചത് തന്നെയാണ്, സംശയമില്ല. എങ്കിലും അതിനേക്കാൾ മികച്ച ഒരു തീരുമാനമായിട്ട് എന്തുകൊണ്ട് നാഷണൽ ലോ സ്കൂൾ വരണം? എന്താണ് ഇപ്പം നാഷണൽ ലോ സ്കൂൾ പഠിച്ചിട്ടുള്ള ഒരാളാണ്, അത് NUJS ഗ്രാജുവേഷൻ കിരണിൻ്റെ.
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളെ ആ ഒരു പോയിന്റ് എങ്ങനെയാണ് ക്ലിയർ ചെയ്ത് കൊടുക്കുക? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ നാഷണൽ ലോ സ്കൂൾ, എസ്പെഷ്യലി പ്രീമിയർ നാഷണൽ ലോ സ്കൂൾസിൽ നിന്ന് നാഷണൽ ലോ സ്കൂളുകൾക്ക് ബാക്കിയുള്ള കോളേജുകളായിട്ടുള്ളൊരു ഒരു ഡിസ്റ്റിങ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 പിയർ ഗ്രൂപ്പാണ്. എത്തിയ മുതൽ നാഷണൽ ലോ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി ഫസ്റ്റ് ഇയർ മുതൽ തന്നെ അതിൻ്റെ ഒരു കോമ്പറ്റീഷൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതൊരു ഡബിൾ എഡ്ജ് സോർഡാണ്. പക്ഷേ നമ്മുടെ ബാച്ച്മേറ്റ്സും നമ്മുടെ സീനിയേഴ്സും എല്ലാവരും നമ്മൾ കാണുന്നത് ദ സ്ട്രൈവ് ഫോർ എക്സലൻസ്. അത് ഞാനൊരു അതിശയോക്തിയായിട്ട് പറയുന്നതല്ല. എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിച്ച്, സാറിനറിയാം, നാട്ടിൻപുറത്തുനിന്ന് സാധാരണ സ്കൂളിലൊക്കെ പഠിച്ച് വന്ന ഒരാൾക്ക് നാഷണൽ ലോ സ്കൂൾ പോലുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എത്തുമ്പോൾ ഒരു 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 എന്താ പറയുക, മാർക്ക്ഡ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു ചേഞ്ച് നമുക്ക്. ഒന്ന്, ഒരുപാട് പ്രഷർ ഉണ്ട്. അതുകൊണ്ട് ആ പ്രഷർ നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റേറ്റീവായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി ഇതെല്ലാം മാറും. അതിനൊരു പ്രധാന കാരണം നമ്മുടെ പിയർ ഗ്രൂപ്പാണ്. കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. നമ്മുടെ കൂടെ പഠിക്കുന്നവർ ഇൻ്റർനാഷണൽ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻസിന് പോകുന്നു, ടോപ്പ് ഡിബേറ്റ്സ് പോകുന്നു, വിജയിക്കുന്നു. ക്ലാസ്സിലെ ഡിസ്കഷൻ ഭയങ്കര ലൈവ്ലി ആയിരിക്കും. എല്ലാവരും ഇപ്പോൾ നാഷണൽ ലോ സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ക്ലാസ്സിൽ കയറണമെങ്കിൽ മിക്ക ടീച്ചർമാരും, എല്ലാവരും ഞാൻ പറയുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് റീഡിങ്സ് തരും. അത് വായിക്കാതെ നമ്മളെ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വായിച്ച് വന്ന് സോക്രറ്റിക് മെത്തേഡിൽ ഉള്ള ക്ലാസ്സുകളിൽ ഈ ഒരു ഡിസ്കഷനിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ വായിച്ചു പോയില്ലെങ്കിൽ നമ്മൾ പിന്നിലായി പോവും. അത് നമ്മുടെ സൈക്കോ പ്രൊഫൈലിനെ തന്നെ പ്രൊഫൈൽ നമ്മളെ പറ്റിയുള്ള ഇംപ്രഷൻ പോകുന്നുള്ളത് എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ്. ഇന്റേണലി നമ്മൾ ഭയങ്കര ചിലപ്പോൾ എഫക്റ്റ് ചെയ്യും. അത് നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും നമ്മൾ. സോ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ഒരു ഫിലോസഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഡെയിലി ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് നാഷണൽ ലോ സ്കൂൾ. ഇപ്പോൾ ബാക്കിയുള്ള കോളേജുകളിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പരീക്ഷയുടെ സെമസ്റ്റർ എക്സാമിൻ്റെ ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ ചിലപ്പോൾ 2 ദിവസം മുമ്പേയൊക്കെ ആയിരിക്കും പുസ്തകം തുറക്കുന്നതും പഠിക്കുന്നത്. അത് ഇതേപോലുള്ള റിഗറസ് ആയിട്ടുള്ള പെഡഗോഗിയും കരിക്കുലമൊക്കെ ഉള്ള നാഷണൽ ലോ സ്കൂൾ പോലുള്ള നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് പോസിബിൾ അല്ല. നമുക്ക് കോഴ്സ് പാസ്സാവാൻ പറ്റില്ല. ഇപ്പോൾ നാഷണൽ ലോ സ്കൂളിൽ പഠിക്കുകയും ഇപ്പോൾ നിലവിൽ നാഷണൽ ലോ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കിരൺ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് +1 +2 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ അന്നത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് UN പോകാൻ പറ്റുക എന്നുള്ളത്. ഒട്ടും വൈകാതെ തന്നെ അത് സാധിച്ചെടുത്ത ഒരാൾ കൂടിയാണ്. എൻ്റെ ഓർമ്മയിൽ എനിക്ക് NUJS LLB ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ ഒക്കെ ആയിട്ട് തന്നെ മിസോറി യൂണിവേഴ്സിറ്റിയിൽ സ്പേസ് ലോയുടെ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ അന്ന് കിരണിന് അവസരം കിട്ടിയിരുന്നു. പിന്നീട് അങ്ങോട്ട് കരിയറിലേക്ക് വന്ന ശേഷം പലതവണ UN അടക്കമുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ പലതവണ റെപ്രസെൻ്റ് ചെയ്തിരിക്കാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിനുള്ള ഒരു സ്ട്രെങ്ത്ത് കിട്ടിയത് NUJSൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായും. എഗെയിൻ നാഷണൽ ലോ സ്കൂളുകൾക്കുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റ് അഡ്വാൻറ്റേജ്, വേറൊരു അഡ്വാൻറ്റേജ് ഇതാണ് ഇൻ്റർനാഷണൽ എക്സ്പോഷർ. ഫസ്റ്റ് ഇയറിൽ തന്നെ മൂഡ് കോർട്ട് കോമ്പറ്റീഷൻ ഇൻറ്റേർണലി എല്ലാ ലോ സ്കൂളുകളിലും തുടങ്ങും. മൂഡ് കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്റ്റീഷ്യസ് കോർട്ട് സിറ്റുവേഷനാണ്. അത് നമുക്കൊരു പ്രോബ്ലം തരും. അതിൻ്റെ 2 സൈഡും ടീമുകളായി തിരിഞ്ഞ് ആർഗ്യൂ ചെയ്യുന്ന ഒരു കോമ്പറ്റീഷനാണ് മൂഡ് കോർട്ട്. അതിൻ്റെ കോളേജ് ലെവൽ ടീം സെലക്ഷൻ മുതൽ നാഷണൽ ലെവൽ കോമ്പറ്റീഷൻസ്, അതിൻ്റെ ഇൻ്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻസ്, ഇപ്പോൾ ജെസ്സപ്പ്, മാൻഫ്രഡ് ലാക്സ്, വിസ് മൂട്ട് പോലുള്ള കോമ്പറ്റീഷനിലൊക്കെ നമ്മുടെ ബാച്ച്മേറ്റ്സും നമ്മളൊക്കെ പോയി 1ാം വർഷം 2ാം വർഷം തന്നെ പോയി തുടങ്ങും. അപ്പോൾ എനിക്ക് തോന്നുന്നുള്ള വേറൊരു സ്ഥാപനമുണ്ട് ഇന്ത്യയിൽ,
അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ 18-19 വയസ്സായ പിള്ളേർ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷന് വിത്ത് സ്പോൺസർഷിപ്പ് യാത്ര ചെയ്ത് ആ ഒരു ലെവലിൽ എക്സ്പോഷർ ആ ടീൻ ഇയേഴ്സിൽ കിട്ടുന്ന വേറൊരു മേ ബി ഒരു പക്ഷേ ബിസിനസ് സ്കൂൾസിൽ കിട്ടും. ബിസിനസ് സ്കൂൾസിൽ അത് ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണല്ലോ. ഇത് 18-19 വയസ്സിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അപൂർവമായിട്ട് ഒരു പക്ഷേ സൈസറിൽ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. ഞാനൊരു പൊതുവായിട്ടുള്ള ഒരു കാര്യം പറയുന്ന നാഷണൽ ലോ സ്കൂൾസ് ആസ് എൻ എൻറ്റിറ്റി ലൈക്ക് എനിക്ക് തോന്നുന്നില്ല IITs ഫസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയറോ പോസിബിലിറ്റി കുറവാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്രാക്ടീസ് ആണ്. എല്ലാ വർഷവും ഈവൻ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ സ്റ്റുഡൻസ് ഒക്കെ ഇന്റർനാഷണൽ മൂവ്സിന് പോകും. പ്രീമിയർ നാഷണൽ ലോ സ്കൂളിൽ കോളേജിനെ റെപ്രസെൻറ്റ് ചെയ്ത്, ചിലപ്പോൾ ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്ത്, ഇപ്പോൾ മാൻഫുൾ ലാക്സിലെ പോലുള്ള കോമ്പറ്റീഷനിൽ ഏഷ്യനെ കോണ്ടിനെൻ്റൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെവലിൽ വരെ നമ്മുടെ നാഷണൽ ലോ സ്കൂൾസിലുള്ള പിള്ളേർ പോയിട്ടുണ്ട്. ഏഷ്യൻ അപ്പോൾ അതുപോലെ തന്നെ നാഷണൽ ലോ സ്കൂളുകളിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ തന്നെ പിള്ളേർ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങും റിസർച്ച് പേപ്പേഴ്സ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ പോയി സംസാരിക്കാൻ തുടങ്ങുന്നത്. ഇതെല്ലാം അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നടക്കുന്ന അപൂർവം ചില സ്ഥാപനങ്ങളിൽ ഒന്നാണ് നാഷണൽ ലോ. ചുരുക്കത്തിൽ ഒരു ശരിക്കും ലോ ആസ് ഒരു ഗ്ലോബൽ കരിയർ എന്ന രീതിയിലേക്ക് അതെ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ ശരിക്കും ലോ സ്കൂൾസ്, നാഷണൽ ഹെൽപ്പ് ചെയ്യും. അതെ, നമ്മൾ ആ രീതിയിൽ ചിന്തിക്കാൻ ഇത്ര നേരത്തെ തുടങ്ങുന്നത് ഇതേപോലുള്ള സ്ഥാപനങ്ങൾ. ഇപ്പം നമ്മൾ ഈ നാഷണൽ ലോ സ്കൂളിലെ വലിയ അവസരങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ പഠിക്കുമ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. പലപ്പോഴും നമ്മളൊരു സാധാരണ കുട്ടികളുടെ അടുത്തൊരു സംശയം ഇതാണ്, ഇത് വളരെ എക്സ്പെൻസീവ് ആവില്ലേ, പിന്നെ തുടർന്ന് മുന്നോട്ട് പോകണമെങ്കിലും ഒരുപാട് കോസ്റ്റ് വരില്ലേ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പലപ്പോഴും ഇവർ സ്കോളർഷിപ്സിനെ കുറിച്ചൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ലോ പഠിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഉള്ള സ്കോളർഷിപ്പിൻ്റെ അവസരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ കിരൺ തന്നെ പേഴ്സണലി പല സ്കോളർഷിപ്സും ഫെലോഷിപ്സും ഒക്കെ അവെയിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് വേൾഡിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള മെഗിൽ യൂണിവേഴ്സിറ്റി, കാനഡയിലെ മെഗിൽ യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ രാജ്യത്തും അതുപോലെ പുറത്ത് ഇൻ്റർനാഷണലി അവൈലബിൾ ആയ സ്കോളർഷിപ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് അതിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്ന കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ഞാൻ ആദ്യം സാറിൻ്റെ ചോദ്യത്തിൽ ആദ്യത്തെ ഭാഗം ഒന്ന് ബ്രീഫ്ലി അഡ്രസ്സ് ചെയ്യാം. നാഷണൽ ലോ സ്കൂളുകളിലെ എഡ്യൂക്കേഷൻ എക്സ്പെൻസ് അതെങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്? നാഷണൽ ലോ സ്കൂളുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെങ്കിലും അവരുടെ മെജോറിറ്റി ഓഫ് ഓപ്പറേഷൻസ് ഫണ്ട് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് ഫീ വെച്ചിട്ടാണ്. അപ്പോൾ ഫീ ചെറുതല്ല. ഇപ്പോൾ ഇത് പ്രിവെയിലിംഗ് റേറ്റ്സ് കറക്റ്റായിട്ട് എനിക്കറിയില്ല, എന്നാലും ഒരു വർഷം 2.5 മുതൽ 3 ലക്ഷം രൂപ വരെ ഫീസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. നാഷണൽ ലോ സ്കൂളിൽ തന്നെ ഫിനാൻഷ്യലി ഡിസഡ്വാൻറ്റേജഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഐഡിയ പോലുള്ള ഇൻക്രീസിങ് ഡൈവേഴ്സിറ്റി ഇൻ ലോ സ്കൂൾ എന്ന് പറയുന്ന ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഒരു NGO, ലോ സ്കൂൾ കേന്ദ്രീകൃതമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു NGO, അവരുടെ ഹെൽപ്പുണ്ട്. ബാങ്ക് ലോണുകൾ നാഷണൽ ലോ സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് ലോണുകൾ കിട്ടാൻ താരതമ്യേന എളുപ്പമാണ്. എഡ്യൂക്കേഷൻ ലോണ് ഇങ്ങനെയൊക്കെയാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് സാധാരണ വീട്ടുകളിൽ നിന്നുള്ള കുട്ടികൾ. രണ്ടാമത്തെ പാർട്ട് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ നാഷണൽ ലോ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഏത് ലോ സ്കൂളിൽ നിന്നാണെങ്കിലും കഴിഞ്ഞവർക്ക് എങ്ങനെ ഉപരിപഠനത്തിനായിട്ട് മാസ്റ്റേഴ്സ് ലെവലിൽ സ്കോളർഷിപ്പ് ട്രൈ ചെയ്യാം എന്നുള്ളത്. അത് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് മെഗിൽ ചെയ്തത് സ്കോളർഷിപ്പോടുകൂടി അവരുടെ ഫ്ലാഗ്ഷിപ്പ് സ്കോളർഷിപ്പായ എറിൻ ആർസനോൾ ഫെലോഷിപ്പാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഫീ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതുപോലുള്ള പല സ്കോളർഷിപ്പുകളും ഉണ്ട്. അത് ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ 2-3 തരത്തിലുള്ള സ്കോളർഷിപ്പുമായിട്ട് നമുക്കിതിനെ തരംതിരിക്കാം. ഒന്ന് യൂണിവേഴ്സിറ്റി തന്നെ തരുന്ന സ്കോളർഷിപ്പ്, ചിലപ്പോൾ അത് പ്രോഗ്രാം ബേസ്ഡ് ആയിരിക്കും. ഇപ്പം ഞാൻ പഠിച്ച LLM ഇൻ എയർ ആൻഡ് സ്പേസിലൂടെ മെയിൻ സ്കോളർഷിപ്പാണ് എറിൻ ആർസനോൾ ഫെലോഷിപ്പ്. ആ പ്രോഗ്രാമിൽ പഠിക്കുന്ന 1-2 പേർക്ക് എല്ലാ വർഷം കൊടുക്കുന്ന സ്കോളർഷിപ്പ്.
ഇപ്പോൾ ഇതേപോലുള്ള US മിഷിഗൺ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ എല്ലാം പഠിക്കാൻ ഗ്രോഷ്യസ് സ്കോളർഷിപ്പ് ഉണ്ട്. ഓഹോ. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഹോസ്റ്റർ ഗ്ലോബൽ സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി തലത്തിൽ തരുന്ന പ്രോഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളുണ്ട്. 2 ഗവൺമെൻറ് സ്കോളർഷിപ്പുകളുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് തന്നെ എസ്പെഷ്യലി ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് കൊടുക്കുന്ന സ്കോളർഷിപ്പ്, പുറത്ത് പോയി പഠിക്കാൻ പറ്റുന്ന സ്കോളർഷിപ്പ് ഉണ്ട്. 3 എക്സ്റ്റേണലി ഫണ്ടഡ് ആയിട്ടുള്ള NGOകളോ അല്ലെങ്കിൽ ട്രസ്റ്റുകളോ ഫണ്ട് ചെയ്യുന്ന സ്കോളർഷിപ്പുകളുണ്ട്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള അത്തരത്തിലുള്ള സ്കോളർഷിപ്പിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഡ് സ്കോളർഷിപ്പ്. അതെ. ഓക്സ്ഫോർഡിൽ പഠിക്കാനുള്ള റോഡ് സ്കോളർഷിപ്പ്, ഷീവ്നിങ്, ഫീലിക്സ്. ഇപ്പോൾ പല യൂറോപ്യൻ ഗവൺമെൻറ്റ്സും കൊടുക്കുന്ന സ്കോളർഷിപ്പ്, ഇറാസ്മസ് മണ്ടസ് മാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് യൂറോപ്പിൽ പഠിക്കാനാണ്. അതുപോലെ നെതർലൻഡ്സിൽ പഠിക്കാനുള്ള നെതർലൻഡ്സ് ഗവൺമെൻറ് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ എക്സ്റ്റേണലി ഇതെല്ലാം നിയമപഠനത്തിന് കിട്ടുന്ന. അതെ, ഇതിൽ പല സ്കോളർഷിപ്പുകളും പല ഏരിയയ്ക്കും കൊടുക്കുന്നതിൻ്റെ ഒപ്പം നിയമപഠനത്തിനും കിട്ടുന്ന സ്കോളർഷിപ്പുകളാണ്. അപ്പോൾ ഇത്തരം സ്കോളർഷിപ്പുകളുണ്ട്. ഇതല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതേപോലുള്ള കോംപ്രിഹെൻസീവ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ കൂടെ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മെറിറ്റ് ബേസിലോ അല്ലെങ്കിൽ നീഡ് ബേസിലോ കിട്ടുന്ന ഫിനാൻഷ്യൽ എയ്ഡുകളുണ്ട്. ഫീ വേവർ ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യൽ ഫീ വേവർ ആയിട്ടോ ഒക്കെ കിട്ടുന്ന ഫീ വേവറുകളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു സ്കോളർഷിപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള ഫിനാൻഷ്യൽ എയ്ഡോ, അതായത് നമ്മളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ അതിൽ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സാമ്പത്തിക പ്രയാസം ഇല്ലാതെ തന്നെ നമുക്ക് ഈ എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യക്ക് പുറത്ത് പോയി പഠിക്കാൻ പറ്റും. തീർച്ചയായും. പക്ഷേ ഈ സ്കോളർഷിപ്പുകളെല്ലാം കോമ്പറ്റീറ്റീവ് ആണ്. നമ്മൾ പലപ്പോഴും ഗ്ലോബൽ ലെവലിലാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഈ സ്കോളർഷിപ്പുകളിൽ 1-2 കാണുള്ളൂ ചിലപ്പോൾ. എസ്പെഷ്യലി ഗ്രാജുവേറ്റ് ലെവലിൽ. ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാസ്റ്റേഴ്സ് ലെവലിനെയാണ് ഗ്രാജുവേറ്റ് ലെവലിന് പൊതുവെ ഇൻ്റർനാഷണലി അറിയപ്പെടുന്നത്. നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് ഡിസ്റ്റിങ്ഷൻ. ഇവിടെ ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ആണല്ലോ, +2 ആണല്ലോ. ഗ്രാജുവേഷൻ ആക്ച്വലി മീൻ ആഫ്റ്റർ യുവർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം. ആ രീതിയിലാണ് ഞാൻ ഗ്രാജുവേറ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് ഫെലോഷിപ്സിൻ്റെ എണ്ണം കുറവാണ്. PhD ഒക്കെ ആണെങ്കിൽ, PhD ലെവലിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ഫണ്ടഡ് ആയിരിക്കും. മിക്ക PhDകളും ഫണ്ടഡ് ആയിരിക്കും. പക്ഷേ ഗ്രാജുവേഷനിൽ മാസ്റ്റേഴ്സ് ലെവലിൽ പഠിക്കാൻ ഉള്ള സ്കോളർഷിപ്പുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. കുറച്ചുകൂടി പ്രോഗ്രാം സ്പെസിഫിക് ആണ്. ജനറൽ ആയിട്ടുള്ള ഇപ്പോൾ റോഡ്സ് ഷീവനിങ് പോലുള്ള പ്രോഗ്രാം എക്സ്ട്രീംലി കോമ്പറ്റീറ്റീവ് ആണ്. ഇപ്പോൾ റോഡ്സോ ഷീവനിങ് ഒക്കെ കിട്ടുന്ന ആൾക്കാരെന്നെ ഒരു ജനറൽ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ രൂപേണ ഞാൻ പറയാം. റോഡ്സ് കിട്ടുന്ന ഒരാൾ ക്ലാസ്സിൽ റാങ്ക് നമ്പർ 1, 2, 3 ഒക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റിയിൽ. അതിൻ്റെ ഒപ്പം തന്നെ ഭരതനാട്യത്തിൽ സ്റ്റേറ്റ് ലെവലിൽ ചാമ്പ്യൻ ആയിരിക്കും, ടെന്നീസ് കളിക്കുമായിരിക്കും, അതിൻ്റെ ഒപ്പം തന്നെ സ്ട്രീറ്റ് നാടകം ഉണ്ടായിരിക്കും, പബ്ലിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ റോഡ്സ് അങ്ങനെ ഒരു കുറച്ചുകൂടി ഒരു ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള ടാലൻസ് ആണ് നോക്കുന്നത്. ഷീവനിങ് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി അക്കാഡമിക് എക്സലൻസ് നോക്കുന്ന. അപ്പോൾ നമ്മൾ എക്സ്ട്രീംലി ഹൈ പെർഫോമിങ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് മിക്കവാറും ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് മഗിളിൽ 6 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസിന് ശേഷമാണ്. അത് റെലവൻറ്റ് വർക്ക് എക്സ്പീരിയൻസിന് ശേഷമാണ്. സോ അതും കൂടെ എൻ്റെ സ്കോളർഷിപ്പിന് കൗണ്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ അക്കാഡമിക് എക്സലൻസ്, അല്ലെങ്കിൽ അക്കാഡമിക് എക്സലൻസും വർക്ക് എക്സ്പീരിയൻസും, അല്ലെങ്കിൽ ഓൾറൗണ്ട് എബിലിറ്റി, ഇതെല്ലാമാണ് പല സ്കോളർഷിപ്പിന് പല ക്രൈറ്റീരിയകളാണ്. ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ കിരൺ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ ലോയിലാണ്. അതെ. ബട്ട് റിസർച്ച് പോലുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എയർ ആൻഡ് സ്പേസ് ലോയിലാണ്. സ്പേസ് ലോയിലാണ്. ഇപ്പം ആക്ച്വലി ആ സ്പേസ് ലോ എന്നൊക്കെ പറയുന്നത് തന്നെ ആ ലോയിലെ ഒരു എക്സ്ക്ലൂസീവ് ഫീൽഡാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോയിലെ മറ്റ് സാധ്യതകളും മേഖലകളും എന്തൊക്കെയാണ്? അതായത് ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഒരു കോടതിയിലെ പ്രാക്ടീസ് എന്നാണല്ലോ നമ്മുടെ മനസ്സിലാദ്യം, കുട്ടികൾക്കും ഒക്കെ പ്രത്യേകിച്ചും അവർ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന അവരെ മനസ്സിലാദ്യത്തെ ചിത്രം. വളരെ കുറച്ച് പേർക്കെങ്കിലും ലോ ഫേംസിൽ വർക്ക് ചെയ്യുക, അതിൻ്റെ റിസർച്ച് ഡെസ്കിൽ വർക്ക് ചെയ്യുക പോലുള്ള കാര്യങ്ങളിൽ ചിലർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. എങ്കിലും ഇപ്പോൾ ലോകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പല സെഗ്മെൻറ്റ്സിലും. അപ്പോൾ AI പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഒരുപക്ഷെ ലോയിലും ഒക്കെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഏതൊക്കെ ഫീൽഡാണ് പുതിയതായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്?
ഞാൻ ഈ അവസാനം പറഞ്ഞ പാർട്ടിലോട്ട് വരാം. അതിനു മുമ്പ് ഞാൻ വിട്ടുപോയൊരു കാര്യം, ലോ സ്കൂളിൻ്റെ അഡ്വാൻറ്റേജ്, ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്ലേസ്മെൻറ്റ് തന്നെയാണ്. പലരും നാഷണൽ ലോ സ്കൂളുകളിൽ പോകാൻ ആഗ്രഹിക്കുന്നത് ഒബ്വിയസ്ലി നല്ല പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. ടോപ്പ് ലോ ഫേംസ്, ഇന്ത്യയിലുള്ള മേജർ ആയിട്ടുള്ള കോർപ്പറേറ്റ് ലോ ഫേംസ്, അതുപോലെ MNCs, സ്റ്റാർട്ടപ്സ്, ഇവരിലെ ഇൻഹൗസ് ലീഗൽ കൗൺസിൽ, അതുപോലെ തന്നെ ബാങ്കുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ലോയേഴ്സ്, ഇതെല്ലാം എല്ലാത്തിലോട്ടുള്ള ആക്സസ് കുറച്ചുകൂടി ഈസി ആവും നാഷണൽ ലോ സ്കൂളിൽ. കാരണം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്, ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് പ്രോസസ്സ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ് ഈ നാഷണൽ ലോ സ്കൂളുകളിലെല്ലാം. അപ്പോൾ നമ്മുടെ കോളേജുകളിലൊക്കെ, നാഷണൽ ലോ സ്കൂളുകളിലൊക്കെ Day 0 എന്ന് പറഞ്ഞൊരു, അല്ലെങ്കിൽ Day 1, Day 2 എന്നൊക്കെ പറയുന്ന റിക്രൂട്ട്മെൻറ്റ് ഡേയ്സ് ഉണ്ട്. അപ്പോൾ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ്, ജോലി വേണ്ട സ്റ്റുഡൻസ്, അതായത് പ്ലേസ്മെൻറ്റ് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻറ്റ് ഈ ദിവസങ്ങളിൽ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടി. അതായത് ഇത് ഫൈനൽ ഇയറിൻ്റെ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ പാസ് ഔട്ട് ആവുന്ന മുമ്പേ ജോലിയായി. ഇനി പലരും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ബാച്ചിലൊക്കെ ആണെങ്കിൽ തന്നെ പ്രീ പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടെ ഉണ്ട്. അതായത് 4ാം വർഷത്തിലൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന അതേ കമ്പനികൾ തന്നെ അപ്പം തന്നെ ഓഫർ കൊടുക്കും. ഇതെല്ലാം നാഷണലി സംഭവിക്കുന്നതാണ്. ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ മുതലായ സിറ്റികളിലാണ് മിക്ക കോർപ്പറേറ്റ് ലോ ഫേമുകളും ഉള്ളത്. അതുപോലെ തന്നെ ഈ കമ്പനികളുടെ എല്ലാം ലീഗൽ ടീമുകളും ഇതേപോലുള്ള വലിയ സിറ്റികളിലാണ് ഇരിക്കുന്നത്. ഇത് മാത്രമല്ല, ലണ്ടൻ, സിംഗപ്പൂർ പോലെ ഉള്ള സിറ്റികളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ ഇൻ്റർനാഷണൽ ലോ ഫേംസും നാഷണൽ ലോ സ്കൂളിൽ, എസ്പെഷ്യലി പ്രീമിയർ നാഷണൽ ലോ സ്കൂളിൽ, ഒരു ആദ്യത്തെ 5 റാങ്കുകളിലൊക്കെ ഉള്ള ടോപ്പ് നാഷണൽ ലോ സ്കൂളിൽ വന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാലറിയുടെ ഒരു ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ മൈറ്റ് ബി റോങ്, ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് IIT അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ചസിനെക്കാട്ടും എല്ലാം മികച്ച പാക്കേജാണ് ആവറേജ് നോക്കുമ്പോൾ. കാരണം ഒരുപാട് പേര് വലിയ സാലറിയിൽ എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ലോ ഫേംസിൽ അവർ വർക്ക് ചെയ്യുന്നത് കൂടുതലും കോർപ്പറേറ്റിലും അങ്ങനെയുള്ള മേഖലയിൽ കോർപ്പറേറ്റ് തന്നെയാണ്. കോർപ്പറേറ്റ് ഇതിന് ട്രാൻസാക്ഷണൽ ലോയറിംഗ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഓഫ് കോഴ്സ് ഇവർക്കെല്ലാം ലിറ്റിഗേഷൻ, കോടതിയിൽ പോകുന്ന ടീമുകളുണ്ട്. പക്ഷേ മേജറായിട്ട് ഇവരെല്ലാവരും കോർപ്പറേറ്റ് ട്രാൻസാക്ഷണൽ വർക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ കിരൺ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത്തരം അവസരങ്ങൾ എന്തൊക്കെയായിരിക്കും കൂടുതൽ ഓപ്പണിങ്സ് ഉണ്ടാവുക? ഇൻ്റർനാഷണൽ ലോ പഠിക്കാൻ, ഇൻ്റർനാഷണൽ ലോ ആക്ച്വലി പ്രാക്ടീസ് ചെയ്യാൻ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലെ എഡ്യൂക്കേഷൻ പോരാ, നമുക്കൊരു LLM കൂടെ വേണം. അപ്പോൾ നാഷണൽ ലോ സ്കൂളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഒരു ഇൻ്റർനാഷണൽ ലോ കരിയറിലോട്ട് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവാണ്. പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് പിള്ളേർ പുറത്ത് പോയി പഠിച്ച്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ LLM ഇൻ്റർനാഷണൽ ലോയിൽ ഫോക്കസ് ചെയ്ത് പിന്നീട് അങ്ങനൊരു ജോലി നോക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ പേര് ഏഷ്യൻ ആഫ്രിക്കൻ ലീഗൽ കൺസൾട്ടേറ്റീവ് ഓർഗനൈസേഷൻ, ആൽക്കോ. ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ഇൻ്റർനാഷണൽ ലോയിൽ ഫോക്കസ് ചെയ്യുന്നത്. 49 അംഗരാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. 10 വർഷമായിട്ട് ഞാൻ അവിടെയായിരുന്നു ജോലി ചെയ്യുന്നത്, ഈ മെയ് വരെ. അപ്പോൾ അവർ നോക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഇൻ്റർനാഷണൽ ലോയിൽ മാസ്റ്റേഴ്സ് ഉണ്ടോ, എൻ്റെ ആദ്യത്തെ മാസ്റ്റേഴ്സ് ഇൻ്റർനാഷണൽ ആണ്, 2 മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടോ എന്നുള്ളതാണ് ക്വാളിഫിക്കേഷനായിട്ട് നോക്കിയത്. പിന്നെ ഒരു കോമ്പറ്റീറ്റീവ് പ്രോസസ്സിലൂടെ ഇൻ്റർവ്യൂ എക്സാമുകൾ കടന്നു പോയിട്ടാണ് എനിക്ക് ആ ജോലി കിട്ടിയത്. ഇപ്പോൾ UN പോലുള്ള സ്ഥാപനങ്ങളിലും ഇതേപോലെ തന്നെ അതൊരു സെപ്പറേറ്റ് വേറെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. പല രീതിയിൽ UN ജോലി ചെയ്തിട്ടുണ്ട്. നോക്കാം. പല ഈ ഒരു ഭാഗമായിട്ട് 10 വർഷത്തിനിടയിൽ ധാരാളം രാജ്യങ്ങളിൽ പല കോൺഫറൻസിന് പോവുകയും UN തന്നെയും എൻ്റെ ഓർഗനൈസേഷനെ റെപ്രസെൻ്റ് ചെയ്തും പല ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അത്ര അവസരങ്ങൾ ഇതിനകത്തുണ്ട് ഇൻ്റർനാഷണൽ ലോയിൽ. അതെ, ഒരു ചെറിയ ഫീൽഡാണ് ഇൻ്റർനാഷണൽ ലോ എന്ന് പറഞ്ഞാൽ. ഗവൺമെൻറ് ടു ഗവൺമെൻറ് ഇൻട്രാക്ഷൻസ് ഗവൺ ചെയ്യുന്ന ലോ ആണ്. ഇതിപ്പം മറ്റ് മേഖലകൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പോൾ എയർ ആൻഡ് സ്പേസ് ലോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് മേഖലകൾ എന്തൊക്കെയാണ്? കുറച്ച് ഒരുപാട് മേഖലകളുണ്ട്. ഞാൻ എക്സാമ്പിളായിട്ട് 2-3 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മേഖലകൾ ഞാൻ പറഞ്ഞത്. സ്പോർട്സ് ലോ,
ഓ ഓ ആ ശരി. അതായത് സ്പോർട്സിലെ ട്രാൻസാക്ഷൻസ്, കോൺട്രാക്ട് ലോ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോ, സ്പോർട്സിൻ്റെ കോണ്ടെക്സ്റ്റിൽ ടീമുകളിലെ ഒരു IPL പോലുള്ള ഒരു ഫ്രാഞ്ചൈസികളിലെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്. അതുപോലെ താരങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മുതലായ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്. ഇതെല്ലാം സ്പോർട്സ് കോണ്ടെക്സ്റ്റിൽ ചെയ്യുമ്പോഴാണ് സ്പോർട്സ് ലോ എന്ന് വിളിക്കുന്നത്. ഈ നമ്മുടെ പുതിയ ഈ ഇൻ്റർനെറ്റ് യുഗം ആയതുകൊണ്ട് ഈ സൈബർ ലോ പോലെയുള്ള കാര്യങ്ങളുടെ സ്കോപ്പ് കൂടുന്നുണ്ടോ? നല്ല ക്വസ്റ്റ്യനാണ്. സൈബർ ലോ എന്ന് പറയുന്നത് ആക്ച്വലി റെസ്ട്രിക്റ്റഡ് ടേമാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ. സൈബർ ലോ എന്ന് പറയുന്നത് ഇന്റർനെറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ലോ എന്നുള്ള രീതിയിൽ പണ്ട് മുതലേ 1990s മുതലേ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതിൻ്റെ ഒരു എക്സ്പാൻഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. AI പോലുള്ള എത്തിക്സ് ഒക്കെ വലിയൊരു വിഷയമല്ലേ. എത്തിക്സ് ഉണ്ട്, അതുപോലെ ഡാറ്റ പ്രൊട്ടക്ഷൻ, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇഷ്യൂസ് ഉണ്ട്, കോൺട്രാക്ച്വൽ ഇഷ്യൂസ് ഓഫ് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ Web3, ബ്ലോക്ക് ചെയിൻ എന്നൊക്കെ പറഞ്ഞ പുതിയ ഡിജിറ്റൽ അസറ്റ്സ്, പുതിയ രീതിയിലുള്ള കറൻസികൾ ഉണ്ടാവുകയാണല്ലോ. അതിന് ഗവേൺ ചെയ്യുന്ന ലോ, പുതിയ ഒരുപാട് ഡയമെൻഷൻസ്. അതെ അതെ, പുതിയ ഇപ്പോൾ സൈബർ എന്നുള്ള ആ ഒരു എക്സ്പാൻസീവ് ടേമാണ്. അത് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് അതിൻ്റെ പല ചെറിയ ചെറിയ ഫോക്കസ് ഏരിയകളും വന്നുകൊണ്ടിരിക്കും. ഒരു പെർസ്പെക്റ്റീവില് ലോ ഇറ്റ് സെൽഫ് ഒരു ഭയങ്കര കൺവെൻഷണൽ ആയിട്ട് സംഗതിയില്ലേ. അപ്പോൾ ആ നിലയ്ക്ക് ഈ കോടതി നടപടികൾ എത്രയോ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ടൊക്കെ നടക്കുന്ന പ്രൊസീജിയർ മാറ്റേണ്ട ഒരു സാധ്യതയില്ല ഇപ്പോൾ എന്നുള്ളത്. ഇപ്പം നമ്മൾ വീഡിയോ കോൺഫറൻസിങ് വഴി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണക്കാർ തന്നെ വാർത്ത വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഡയമെൻഷണൽ ചേഞ്ച് ഇപ്പം വരുന്നില്ലേ? തീർച്ചയായും. ദാറ്റ് ബ്രിങ്സ് മീ ടു അനദർ കരിയർ പോസിബിലിറ്റി. അതായത് ലോയുടെ പ്രാക്ടീസ് മാത്രമല്ല, ലോ പോളിസി പ്രാക്ടീസ് കൂടിയുണ്ട്. അതായത് ഈ ലോ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ലോയിൽ വരുന്ന ചേഞ്ചസിനെ ഡീൽ ചെയ്യുന്ന ഒരു വർക്കിംഗ് സ്പേസ് കൂടെയുണ്ട്. അതായത് പോളിസി സ്പേസ്. ഇപ്പോൾ പല ലോയേഴ്സും നമ്മുടെ പാർലമെന്റേറിയൻസിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരുണ്ട്. ഈ ലോ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്ക് ടാങ്ക്, വിധി എന്നൊക്കെ പറയുന്ന തിങ്ക് ടാങ്ക്സ് ഉണ്ട്. ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതും ലീഗൽ പോളിസീനെ ഷേപ്പ് ചെയ്യുന്നതായിട്ടുള്ള തിങ്ക് ടാങ്കുകൾ, അവിടെ വർക്ക് ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്. സോ ഇതൊരു, അപ്പോൾ ലോ എന്ന് പറയുന്നത് പ്രാക്ടീസ് മാത്രമല്ല, ഒരു കടലാണ്. ഇത് മാത്രമല്ല, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ ലോ, പുതിയ ലോ ഇന്റർ ഡിസിപ്ലിനറി ആണ് ലോ. അപ്പോൾ നമ്മൾ ഇത് പണ്ട് ഡിസ്കസ് ചെയ്തതാണ്. ലിബറൽ ആർട്സ് പ്രോഗ്രാമുകൾ ഒരുപാട് വരുന്ന ഒരു കാലമാണ്. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ കരിയറിൽ ഇപ്പം പുതുതായിട്ട് BTech കഴിഞ്ഞ പലരും ലോ അവരെ നെക്സ്റ്റ് ഡിഗ്രി ആയിട്ട് അവർ പ്രിഫർ ചെയ്യുന്ന കാണാം. ഓൾറെഡി നമ്മൾ മാസ്റ്റേഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ ആളുകൾ ഒബിയസ്ലി ലോയിലേക്ക് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ പല സബ്ജക്ട്സ് പഠിച്ചിട്ടും ഇതിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലേ. കാരണം ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസാക്ഷൻസിനെ, ബിസിനസ് ആവട്ടെ, അതല്ലെങ്കിൽ ഡെയിലി ലൈഫ് ആയിക്കോട്ടെ, നമ്മൾ റോട്ടിലിറങ്ങിയാൽ ഉള്ള എല്ലാത്തിനും ഗവേൺ ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൂളുകളാണ്. അതിപ്പോൾ സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും സിനിമയായാലും ഇതിലെല്ലാം നിയമം കടന്നു വരുന്നുണ്ട്. നിയമത്തിന് ഇവിടെ എല്ലായിടത്തും എന്തായാലും ശരിക്കും വലിയൊരു സ്കോപ്പുള്ള ഒരു ഫീൽഡായിട്ട് കുട്ടികൾക്ക് പക്ഷേ അതിന് ആപ്റ്റിറ്റ്യൂഡ്. ലോ എന്നുള്ളതൊരു, നമുക്ക് നമ്മുടെ പെർസ്പെക്റ്റീവ് ഒന്ന് മാറ്റിയാൽ മതി. ലോ എന്നുള്ളതൊരു ഫൗണ്ടേഷണൽ ടൂളായിട്ട് കാണാം. ഇപ്പം നമുക്ക് സിനിമ ആയിട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യം, അല്ലെങ്കിൽ സ്പോർട്സ് ഭ്രാന്തരാണ്, അപ്പം നമ്മൾ ലോയർ കൂടെയാണ്. അപ്പം എനിക്കറിയുന്ന എൻ്റെ ബാച്ച്മേറ്റ് ഉണ്ട്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല. പുള്ളി ഫുട്ബോൾ ക്രേസ് ആണ് പുള്ളിക്ക്. പുള്ളി അൾട്ടിമേറ്റ്ലി ചൂസ് ചെയ്തത് സ്പോർട്സ് ലോയിൽ സ്പെഷ്യലൈസ് ചെയ്തു. ഇപ്പോൾ യൂറോപ്പിൽ ഒരു പ്രമുഖ ഫുട്ബോൾ മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റ് ഫേമാണ്, കൺസൾട്ടൻസി ഫേമാണ്. അതിൽ വർക്ക് ചെയ്യാണ് പുള്ളി. അപ്പോൾ ആ ഒരു കോൺഗ്രുവൻസ്, ലോ ഒരു ഗ്രാജുവേഷൻ ഉണ്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, അങ്ങനെ പലതുമായിട്ട് ചുരുക്കത്തിൽ അത് വളരെ എൻജോയ് ചെയ്ത് ചെയ്യാൻ. അതെ. സിനിമ, പ്രോപ്പർ വർക്ക് ലൈഫ് ബാലൻസ് മീറ്റ് ചെയ്യാൻ അതുവഴി. അതെ. ഇപ്പൊ BTechന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ പറയുന്നത്, ഞാൻ പല IITiansഉം ഞാൻ കണ്ടിട്ടുണ്ട്. ചിലർ ലോയിലൊരു ഡിഗ്രി ഒക്കെ എടുത്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മുതലായ, അതായത് സയൻസ് ആംഗിളുള്ള, ഐ തിങ്ക് കിരൺ തന്നെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള വൈശാഖ്, നമ്മൾ ഒരിക്കൽ പേഴ്സണൽ, അദ്ദേഹം BTech ഗ്രാജുവേറ്റ് ആണ്. പിന്നീട് അദ്ദേഹം ലോയിൽ സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പുള്ളി കൺസ്ട്രക്ഷൻ ലോയില്
മാസ്റ്റേഴ്സ് എടുത്ത് കുറേ കാലം ഒരു മിഡിൽ ഈസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലീഗൽ സൈഡിലെ കുറേ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. അതെ, അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇനി എന്താ കിരണിൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്? ഇപ്പം 10 ഇയേഴ്സോളം ആൽക്കോയിൽ വർക്ക് ചെയ്തു, അതിൽ നിന്നൊരു ഷിഫ്റ്റ് എടുത്തിട്ട് ഇനി അടുത്തൊരു മൂവ്മെൻറ്റ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനിക്ക് പോകാണെന്ന് ഒരു പ്ലാൻ ഉണ്ട്, അല്ല ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ, ഗവൺമെന്റ് കണ്ടിന്യൂ ചെയ്യാന്നാണോ, അതോ മറ്റേതെങ്കിലും എന്തൊക്കെയാണ് പേഴ്സണലായ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ 10 വർഷം, അത് പറഞ്ഞ പോലെ 10 വർഷം ഒരു അന്താരാഷ്ട്ര സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ ഒരു സോർട്ട് ഓഫ് മിനി റിട്ടയർമെന്റ് മോഡിലാണ്. പക്ഷേ ദിസ് ടെമ്പററി. ഞാൻ ഫുള്ളായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ഫോറിൻ ഗവൺമെന്റ് കൺസൾട്ടൻ്റ് ആണ്. കുറച്ചുകൂടെ ഒരു ലോങ് ടേം ആയിട്ടുള്ള എൻഗേജ്മെന്റ് അവരായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള ഒരു കുറച്ച് ഓപ്പർച്യൂണിറ്റി ഒന്നും കോൺക്രീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രോസ്പെക്ട്സ് വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 2-3 കരിയർ പ്രോസ്പെക്ട്സ് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ട്. ഐ ഹാവ് ടു ടേക്ക് എ കോൾ. ജർമ്മനിയിൽ പോവാന്നുള്ള ഒരു ഐഡിയ ഉണ്ട്. ഒരുപാട് സന്തോഷം. കാരണം ചെറിയൊരു ബ്രേക്കിൽ സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ വരാനും ഇതുപോലെ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ട്, എന്നാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കുറച്ച് സമയം കിരണ കിട്ടി. ഒരുപാട് സന്തോഷം. പിന്നെ മറ്റൊരു കാര്യം, കുട്ടികൾക്ക് ഇപ്പോൾ ക്ലാറ്റ് സംബന്ധിച്ച് അല്ലെങ്കിൽ നാഷണൽ ലോ സ്കൂൾ സംബന്ധിച്ചുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന് ആഗ്രഹമുണ്ട്, കൂടുതൽ ഒരു സ്പെസിഫിക് ആയിട്ടൊരു പേഴ്സണൽ കൺസൾട്ടേഷൻ വേണമെങ്കിൽ ഐ തിങ്ക് കിരൺ കുറച്ച് സമയമൊക്കെ അതിന് വേണ്ടി മാറ്റി വെച്ചേക്കാം. അതുപോലെ നിങ്ങൾക്ക് ഒരു ഹയർ ലെവലിൽ ഇൻ്റർനാഷണൽ സ്കോളർഷിപ്സ് പോലുള്ള കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ ഇതിനോടൊപ്പം തന്നെ വീഡിയോടൊപ്പം തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തുകൊണ്ടും മെയിൽ ചെയ്തുകൊണ്ടും ഒക്കെ നമ്മുടെ ഫേമുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാറ്റ് മേഖലയിലേക്ക് അല്ലെങ്കിൽ നിയമമേഖലയിലേക്ക് എത്താൻ പറ്റുന്നവർക്ക് എല്ലാവരും ആശംസകളും കൂടി നേർന്നുകൊണ്ട് നിൽക്കുന്നു. ആൻഡ് താങ്ക് യു. സർ. ഓക്കെ.